ഇത് കുടിവെള്ളത്തിന് വേണ്ടിട്ട് പോണത് പെരുസ് പറഞ്ഞ കിളി പോയി ഇത് കാലപ്പഴക്കായിട്ടില്ല ഇത് കുടിക്കട്ടും ഈ വെള്ളം മാത്രം കുടിക്കാം. இப்போ இந்த புழைக்கு அந்த சைடு வந்து தமிழ்நாடு, இந்த சைடு வந்து கேரளாங்களா? ஓ இன்னும் രസമാണല്ലേ ഇത് വീടുകളാട്ടത്. നിങ്ങളാ വ്യൂ നോക്കിയേ എന്ത് രസമല്ലേ. ഇതിലാ വലിയ മലയില്ലേ, ആ വലിയ മലയുടെ അപ്പുറ സൈഡിൽ നിന്നൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു ബിൽഡിങ് പോലെയാണ്, ഡാമുണ്ടോയെന്നൊരു സംശയം ഉണ്ട് അതിൻ്റെ മുകളിൽ, കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ നോക്കി ഫുള്ള് കൃഷിയാട്ടാ, ഈ താഴ്വാരം മൊത്തം കൃഷിയാ. അവർ ഈ ചോളം മറ്റേ റാഗി അങ്ങനത്തെ കൃഷി ചെയ്യണത്. ഈ സൈഡ് കുറേ കവുങ്ങിൻ്റെയും വാഴകളൊക്കെ വെച്ചിട്ട് കാണാണ്ട്. ഏകദേശം 10 കിലോമീറ്റർ ഫോറസ്റ്റിൻ്റെ നടുക്ക് കൂടെയാണ് നമ്മളിപ്പോൾ വന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തമിഴ്നാട് ബോർഡറിൻ്റെ അത് കിടക്കണത്. അതായത് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് സൈഡ് ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്ററിൻ്റെ താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴ്നാട് ബോർഡറാണ്. அங்கதாதா இந்த கல்லு ரோடு எதுக்கு எங்கே போகுதுங்க? இது பாதி சலம் வரை போகும், கட்டடம் கட்டி கொண்டிருக்கு. தமிழ்நாடு பார்டர் தானே இது? தமிழ்நாடு பார்டர். இங்கே போலே போகுது பாருங்க. ஆமாம், போலையில இருந்து மொத்தம் அப்புறம் தமிழ்நாடு, இது மொத்தம் கேரளா. இப்போ இந்த புழைக்கு அந்த சைடு வந்து தமிழ்நாடு, இந்த சைடு வந்து கேரளாங்களா? ஆமாம். ஓ அப்படிங்களா? போய் பார்க்க முடியுங்களா? போகலாம், இந்த பெருசு கொஞ்சம் போயிருக்குதுங்க. நீங்கள் ஒத்தைக்கா? ஆமாம். பெருசுங்கண்ணா ஆனே. ஓ எந்த ரூட்டில்? அது இது மொத்த புலை பூரா சுற்றுங்க. சரிங்க சரி. அது இப்போ நீங்கள் ஒத்தைக்கு போகிறதுனால கொஞ்சம் கஷ்டமே. നമുക്കൊരപ്പം അവനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇന്നലെ ഈ ഭാഗത്ത് ആന വന്നിട്ട് കറങ്ങിയിട്ട് പോയി എന്ന് പറഞ്ഞത്. അവൻ ചേക്ക് വിട്ട് പോയില്ല എന്ന് പറഞ്ഞു നമ്മളോട്. അപ്പോൾ ഈ ഭാഗത്തന്നെ കിടന്ന് കറങ്ങണ്ടെന്ന്. അപ്പോൾ പുഴയിലേക്ക് പോകാന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് നിൽക്കണ്ടാവുമെന്ന് അറിയില്ല. പുഴ ഭാഗത്തന്നെ കിടന്ന് നടക്കണ്ടാവും. അപ്പോൾ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാന്നുണ്ട് വരാന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് കേരള ഫോറസ്റ്റിലാട്ടാ. ഇവിടുന്ന് ഈ കാണുന്നതാണ് പുഴ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് തമിഴ്നാട് ബോർഡറാ. ആലോചിച്ചിരിക്കുന്നത് ഉൾക്കാട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല. അതേപോലത്തെ വിഷയം സ്ഥലം. ഇവരിവിടെ തനിച്ചൊരു 10-30 കുടുംബക്കാർ മാത്രം താമസിക്കണം. நல்ல மழை வந்தா நிறைய வெள்ளம் வரும். பாறை மொத்தம் மூங்கி போகும். இங்க மட்டும் இவ்வளவு பெரிய பாறை இப்படி இருக்குது? ஆமாங்க, பூமியிலே உருவான சாமி. பூமியிலே உருவானது? പിന്നെ നമ്മ ഇത് ഉരുവാക്കാൻ പാറ നോക്കുന്നത് അമ്മായി പാറ. അങ്ങനെ ആനപ്പണ കിടക്കണ അമ്മാര് ഇവിടെ സ്ഥിരം ഇതിൻ്റെ ഉള്ളിലൂടെ കിടന്ന് നടക്കാന്ന് പറഞ്ഞത്. ആന രണ്ട് സൈഡ് പ്രകൃതികള് തരണ ഭംഗിയുണ്ട്. നിങ്ങള് ഇങ്ങനെ ഇത് മതില് കെട്ടിയ പോലെ കോൺക്രീറ്റ് ചെയ്ത് മറ്റേ മതില് കെട്ടിയ പോലെ പാറ ഇവിടെ നിൽക്കുന്നത് കാര്യമുള്ളതെന്ന് പറഞ്ഞു. ഈ സാധനമൊക്കെ നമ്മള് കാശ് കൊടുത്ത് മേടിക്കണ ചെടിയെ പുറത്തുനിന്ന് വെറുതെ നിൽക്കുക. റിസ്ക്കാ. നോക്കി നടന്നില്ല തല തല്ലി താഴ്ത്തിക്കും. വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം കുറേശ്ശെ വരണുള്ളത് മാത്രം. ഇതിങ്ങനെ പാറക്കെട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. സ്ട്രൈറ്റ് അല്ലാട്ടാ, നേരെ സ്ലോപ്പാ. ആനുണ്ടെന്ന് പറഞ്ഞാൽ കിളി പോയി. സംഭവം ഉപദ്രവകാരികളായിട്ടല്ലേ. രണ്ട് സൈഡ് ഇങ്ങനെ പാറടിങ്ങി ഇങ്ങനെ പോയോണ്ടിരിക്കുക. ഈ ഏരിയ മൊത്തം നമ്മൾ നടന്നു വന്നത് അവിടുന്ന്. ഈ ഏരിയ മൊത്തം പാറ. ഈ പുഴയുടെ ഇത് ശരിക്കും പുഴയാണ്. വെള്ളം പോണ ടൈമിൽ നല്ല രീതിയിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം പാറ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വെള്ളം പോകുന്നു പറഞ്ഞ്.
അപ്പുറത്തെ സൈഡ് വന്നിട്ട് തമിഴ്നാട്. ഇപ്പോഴത്തെ നമ്മൾ നിൽക്കുന്നത് കേരളത്തിൽ. ഞാൻ തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നു ചേട്ടാ. ഇപ്പം ഞാൻ തമിഴ്നാട്ടിലാ. ഇത് തമിഴ്നാട്. ഇതിനകത്ത് ഇങ്ങനെ സാധനം. ഞാനിവിടെ ഇങ്ങനെ ഇത്ര ജനങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കുമ്പോൾ വിഷമാവ് ഒരവസ്ഥ. ആന കയറിയുള്ള പാടുകളാണ് ഈ കാണുന്നത്. ഇന്നലെ ബാക്കി സൈഡ് മൊത്തം ഇത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഏരിയ കേട്ടോ. പക്ഷെ ഇത്രയും വെള്ളം അവിടെ കിട്ടി നിൽക്കുന്നത് ഞാൻ ആലോചിക്കാം. അപ്പം എത്രത്തോളം വെള്ളം വരുന്നതാണ്. അത് പാതിരി വെള്ളങ്ങളാ അഞ്ചര നോക്ക്. ഈ പ്രദേശം മൊത്തം ഒരു ജാതി ഉണങ്ങി കഞ്ഞി കരിഞ്ഞ പോലെ ഇറങ്ങണത്. പക്ഷെ ഇവിടെ വെള്ളം കിട്ടി നിങ്ങൾ നോക്കിയത്. അവിടെ നിന്ന് എത്രത്തോളം വെള്ളം വരുന്നുണ്ടെന്ന് ആലോചിക്കുക. ഒരു മരത്തിൻ്റെ പാറയുടെ ഉള്ളിൽ നിന്ന് വെള്ളം വരുന്നു എന്ന് പറഞ്ഞത് അവർ. അതെ അതൊക്കെ നോക്കി. ഇത് വേണ്ട ഫ്രഷ് പോലെ. ഇത് കാലപ്പഴക്കമായിട്ടില്ല. ഇത് ഇന്നലത്തെ വെള്ളം വരണം വഴിയോ കിട്ടുന്നത്. ഇത് ചെറിയൊരു അമ്പലം വരെ കണ്ടാ നോക്കി. ഇതിന്നാണ് വെള്ളം വരുന്നത് കേട്ടോ. ഈ ചെറിയൊരു നീരുറവെന്ന് വരുന്ന വെള്ളമാണ് അവിടെ കെട്ടി നിൽക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ചേക്ക്. ഇത് കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പോകണത് കേട്ടോ. നല്ല തണവുണ്ട് കേട്ടോ വെള്ളം. ഫുള്ള് ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഏരിയയിൽ മാത്രം. ഉപയോഗിക്കാം. പ്രകൃതി ഒരു അത്ഭുതം തന്നെയാണല്ലേ. ആ ഒരു ഈ നീരുറവിന്ന് എത്ര ജീവജാലങ്ങൾക്ക് വെള്ളം കിട്ടണമെന്ന് ആലോചിക്ക്. നോക്കി നല്ല ഭംഗിയില്ല കാണാൻ. ബ്രൗൺ കളറിൽ ചെമ്മരിയാട്. ഇത് കുറച്ചൊരു കേട്ടാ. പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ചു പറഞ്ഞത് ജൂലൈയിലല്ല, ഈ ഒക്ടോബർ മാസത്തിലാണ് ഇവിടെ ശക്തമായ മഴ ഉണ്ടാവുന്നത്. ആ ടൈമിൽ ഇത് മൊത്തം കര കവിഞ്ഞൊഴുകുന്നതാണ് പറഞ്ഞത് എന്നോട്. ഫുള്ള് പാറ കൊട്ടുമ്പാനാട്ടാ. നോക്കി എൻ്റെ ചുറ്റും കാടാ. ആ കാണുന്നതൊക്കെ തമിഴ്നാട് ബോർഡറായിട്ട് വരും എന്ന് പറഞ്ഞത്. നമ്മൾ ഈ കാട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ ആ കൂടി കിട്ടുന്നത് ഈ വെള്ളം മാത്രം കുടിക്കുക. നല്ലൊരു എനർജി കിട്ടും അങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ. ആറ മതി. ഇതാരോട് വന്നിട്ട് ഇട്ട പീസ് പോലെ ഉണ്ട്, അതും വന്നിട്ട പോലെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്തും വന്നിട്ട പോലെ ഉണ്ട്. ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് ഇവർക്ക്. കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറുത്ത് കമ്പി ഇറങ്ങാം. അപ്പോൾ പിന്നെ നമുക്കൊരു കുറേ തടയുണ്ടാവും എന്ന് പറഞ്ഞ്. അല്ലാന്നുണ്ടെങ്കിൽ 4 ആന കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോട്ടം മൊത്തം അവർ തിന്ന് മുടിച്ചിട്ട് പോകും. 10 ഏക്കറൊക്കെ ഉണ്ടെന്ന് അവർ തിന്ന് അവസാനിപ്പിച്ചിട്ട് അവർ ഇറങ്ങിപ്പോളൂ എന്ന്. കരാറ് പണി എടുത്ത പോലെയാണ് അവർ ഉണ്ടാ കിടക്കണോക്ക്. എൻ്റെ മോനെ ആ കാളനെ നോക്കിയേ. നമ്മുടെ നാട്ടിൽ പശുവിനെ വളർത്തുന്നത്, ഇവർ കാളനെ വളർത്തി വിട്ട് നോക്കിയേ. സൂപ്പർ കാള അല്ലേ, ജല്ലിക്കെട്ട് കാളയുടെ പോലെ ഉണ്ട് ഇതിന് കാണാൻ. ഇപ്പം കാലങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്യാറില്ല എന്ന് എല്ലാവരും ചെയ്യുന്ന പരിപാടി പറഞ്ഞാൽ ആട്, പശു ഇങ്ങനത്തെ പരിപാടികൾ മാത്രമാണ് കൃഷി മെയിനായിട്ട്. കോഴി ഇങ്ങനത്തെ ഇത് മാത്രം അവർ വളർത്തണത് മെയിനായിട്ട്. പിന്നെ ഇവിടെ കടയില്ല കേട്ടോ. ഇവിടെ ഉള്ളത് ചെറിയൊരു പെട്ടിക്കട. അവിടെ എന്തെങ്കിലും സ്നാക്സ്, പിന്നെ വെറ്റിലടയ്ക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. പഞ്ചസാര, ചായപ്പൊടി, പഞ്ചസാര അങ്ങനത്തെ ഐറ്റംസ് മാത്രം 1-2 ഐറ്റംസ് കിട്ടുള്ളൂ. ഇവർക്ക് പച്ചക്കറി മേടിക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വണ്ടി വരുമെന്ന് പറഞ്ഞത് എന്നോട്. അല്ലെങ്കിൽ ഇവർ മാർക്കറ്റിലേക്ക് പോകണമെന്ന് ഇവിടുന്ന് മേടിക്കാനായിട്ട്. ആലോചിക്ക് 10 കിലോമീറ്റർ താണ്ടി വന്നിട്ട് വേണം മാർക്കറ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. ഇവരവസ്ഥ ഒന്ന് ആലോചിക്ക്. എൻ്റെ മോൻ എന്ത് ഭംഗിയുള്ള സ്ഥലം കാണാൻ. ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒഴുകി കിടക്കാന്ന് അറിയില്ലേ. എവിടം വരെ പോകുന്നറിയില്ല കേട്ടോ മോനെ. സീനാന്ന് തോന്നുന്നില്ലേ. ഓ നോ
എവിടേക്ക് വഴി പോകണമെന്ന് മനസ്സിലാവണില്ലേ. വന്നു കഴിഞ്ഞാൽ ട്രാപ്പാവുമെന്ന് അറിയില്ലേ. ഞാൻ നടന്നു വന്നപ്പോൾ ഈ ആനപ്പിണ്ടം കണ്ടില്ലേ, ഇപ്പോഴാണ് കാണുന്നത്. ആനപ്പിണ്ടങ്ങൾക്കൊന്നും വലിയ കാലപ്പഴക്കം തോന്നുന്നില്ല കേട്ടോ. കാലപ്പഴക്കം കുറവുള്ള ആനപ്പിണ്ടങ്ങളൊക്കെ ഈ സൈഡിലൊക്കെ നിൽക്കണ്ടാവും, നമ്മളറിയില്ലേ. അവസാനം കാല് വരി നിലത്തടിക്കുമ്പോൾ നമ്മളറിയാം ആനയായിരുന്നു നമ്മളെ കൊന്നേന്നുള്ളത്. സ്ഥലം നോക്കി നിങ്ങൾ, പിള്ളേർ കളിക്കുന്ന ഗ്രൗണ്ട് കേട്ടോ, പുല്ല് വിരിച്ചിട്ടുള്ള പോലെ നോക്കി, എന്ത് ഭംഗിയാ.